നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു സൈഡ് ഡിഷാണ് ഹോട്ട് ആൻഡ് സ്വീറ്റ് ചിക്കൻ മീറ്റ്ബോൾസ്. ചിക്കൻ്റെ ചൈനീസ് വെറൈറ്റീസ് നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. ചിക്കൻ ചില്ലി, ചിക്കൻ മഞ്ചൂരിയൻ അതുപോലെയൊക്കെ ഉള്ളൊരു റെസിപ്പിയാണിത്. ആദ്യം നമ്മൾ ചിക്കൻ്റെ മീറ്റ്ബോൾസ് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിനെ ഹോട്ട് ആൻഡ് സ്വീറ്റ് സോസിനൊപ്പം സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹോട്ട് ആൻഡ് സ്വീറ്റ് ചിക്കൻ മീറ്റ്ബോൾസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, ഒരു പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ പച്ചമുളക്, ഒരു കപ്പ് ബോൺലെസ് ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കുവാണ്. ഉപ്പ്, ബ്രെഡ്, ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചേക്കുവാണ്. സോയ സോസ്, മീറ്റ് ബോൾസ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഹോട്ട് ആൻഡ് സ്വീറ്റ് സോസ് നിങ്ങൾക്ക് വേണമെന്നോ? മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, സവോള 2 മീഡിയം സൈസ് സവോള ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത്, ക്യാപ്സിക്കം ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം, ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ചെറിയ തിൻ സ്ട്രിപ്സ് ആയിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്, വെളുത്തുള്ളി ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, ടൊമാറ്റോ സോസ്, സോയ സോസ്, ഇത് നല്ലെണ്ണയാണ്. ഗ്രേവിയിൽ നമ്മൾ കുറച്ച് നല്ലെണ്ണയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ആദ്യമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ട് 2 സ്ലൈസ് ബ്രെഡിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കും. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനിൽ അല്പം മഞ്ഞളും ഉപ്പും ചേർത്ത് വരകി വെച്ചേക്കുവാണ്. ഇനി നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ചിക്കൻ്റെ മിൻസ് മേടിക്കാൻ കിട്ടുമെങ്കിൽ അത് യൂസ് ചെയ്യാം. ചിക്കൻ ഞാൻ മിക്സിയിൽ നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തേക്കുവാണ്. ഗ്രൈൻഡ് ചെയ്ത ചിക്കൻ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയേക്കുവാണ്. ഇനി നമുക്ക് മീറ്റ് ബോൾസിൽ ചേർക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, സവോള, പച്ചമുളക് ഇതെല്ലാം കൂടെ ഈ ചിക്കൻ മിക്സിൽ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ സോയാ സോസും ചേർക്കും. നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കൈ ഒരല്പം വെള്ളത്തിൽ നനച്ചിട്ട് നമുക്ക് ചെറിയ ബോൾസ് ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ചിക്കൻ മീറ്റ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹോട്ട് ആൻഡ് സ്വീറ്റ് ചിക്കൻ മീറ്റ് ബോൾസിൻ്റെ ഹോട്ട് ആൻഡ് സ്വീറ്റ് പാർട്ടിനായിട്ട് നമുക്കൊരു ചൈനീസ് ഗ്രേവി റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഉള്ളിയും ക്യാപ്സിക്കം എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ചിക്കൻ മീറ്റ് ബോൾസ് ഒരു സൈഡ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ മീറ്റ് ബോൾസിൻ്റെ ഗ്രേവി റെഡിയാക്കി എടുക്കാം. പാൻ ചൂടാകുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളിയും ഒന്ന് വഴണ്ട് നല്ല മണം വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് സവാള, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയും ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ട് വഴണ്ടിട്ട് നമുക്ക് ഇതിലേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി. മീറ്റ് ബോൾസിൻ്റെ എല്ലാം ഒരു സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി മറ്റേ സൈഡിലേക്ക് മാച്ച് ചെയ്യാം. മീറ്റ് ബോൾസ് എല്ലാം ഏതാണ്ട് കുക്കായിട്ടുണ്ട്. ഒരു സൈഡ് നല്ല രീതിയിൽ മുരിഞ്ഞതിന് ശേഷം ഞാൻ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുത്തേക്കാണ്. നമ്മുടെ സോസ് ഹോട്ട് ആൻഡ് സ്വീറ്റ് സോസും ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കോൺഫ്ലവർ വെള്ളത്തിൽ കലർത്തി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ചൂട് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്രേവി ഒന്നുകൂടെ നന്നായിട്ട് തിളച്ച ഹോട്ട് ആൻഡ് സ്വീറ്റ് സോസ് റെഡിയാവും. ഇതിലേക്ക് കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നമുക്ക് ലൂസാക്കി എടുക്കണം.
മീറ്റ് ബോൾസ് എല്ലാം റെഡിയാണ്. നമ്മുടെ ഹോട്ട് ആൻഡ് സ്വീറ്റ് സോസും റെഡിയാണ്. ഇനി നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇൻ കേസ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് സെർവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മീറ്റ് ബോൾസും സോസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെച്ചിട്ട് കഴിക്കുന്ന സമയത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് സെർവ് ചെയ്യും. ഈ മീറ്റ് ബോൾസ് ശരിക്കും സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആണ്. ഇതിനോടൊപ്പം നമുക്ക് ഈ സോസും കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലെ മീറ്റ് ബോൾസ് അങ്ങനെ ഫേമസ് അല്ലെങ്കിലും തായ് ക്യൂസീനിലാണെങ്കിലും ജാപ്പനീസ് ക്യൂസീനിലും ചൈനീസ് ക്യൂസീൻസിലും എല്ലാം മീറ്റ് ബോൾസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. മീറ്റ് ബോൾ സൂപ്സ്, മീറ്റ് ബോൾ നൂഡിൽസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഡിഷസ് ഉണ്ട്. അതുപോലൊരു വെറൈറ്റി ഡിഷാണിത്. ട്രൈ ചെയ്തു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് റെസിപ്പി ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.